നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർത്ത് സെമസ്റ്റർ BSc കോംപ്ലിമെന്ററി കോഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് അല്ലെ പുതിയ സിലബസ് പ്രകാരം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇയർ ഏപ്രിൽ 2023 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലെ സെക്ഷൻ എയും അതേപോലെ സെക്ഷൻ ബിയും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് സെക്ഷൻ ആയ എസ്എ ക്വസ്റ്റ്യൻ സെക്ഷൻ ആയ സെക്ഷൻ സി ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ സെക്ഷൻ സിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അഥവാ 20th ക്വസ്റ്റ്യൻ എന്താണ് 20th ക്വസ്റ്റ്യൻ സോൾവ് ദി ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y double dash minus 6y dash plus 9y equal to t square e raised to 3t y of 0 equal to 2 y dash of 0 equal to 17 using Laplace transformation. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇതിന്റെ ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം തന്ന ഇക്വേഷൻ എന്തായിരുന്നു അല്ലെ y ഡബിൾ ഡാഷ് minus 6y dash plus 9y equal to t square e raised to 3t ആണ്. ഇനി എന്ത് ചെയ്യാ ത്രൂ ഔട്ട് ലാപ്ലേസ് അപ്ലൈ ചെയ്യാം. അപ്പൊ L of y ഡബിൾ ഡാഷ് മൈനസ് 6 ഔട്ട് സൈഡ് എടുത്തു L of y ഡാഷ് പ്ലസ് 9 into L of y equal to L of t square e raised to 3t ആണ്. നമുക്ക് ഇതിനകത്ത് റിസൾട്ടുകൾ കുറച്ചുണ്ട് അല്ലെ L of y ഡബിൾ ഡാഷ് റിസൾട്ട് ഉണ്ട് L of y ഡാഷ് റിസൾട്ട് ഉണ്ട് L of t square e raised to 3t ന്റെ റിസൾട്ടും ഉണ്ട്. അപ്പൊ L of e raised to at t raised to n എന്ന് പറഞ്ഞാൽ n factorial divided by s minus a into n plus 1 ആണ്. ഇവിടെ a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ് അല്ലെ 2 n എന്ന് പറഞ്ഞ ഇവിടെ എത്രയാണ് 2 ആണ്. പിന്നെ L of y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം അതിനെ s square into L of y minus s into y of 0 minus y dash of 0 ആണ് L of y dash minus 6 into L of y dash അല്ലെ നമ്മുടെ സെക്ഷൻ ബിയിൽ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അവിടെ y dash മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി L of y dash എന്ന് പറഞ്ഞാൽ s into L of y minus y of 0 ആണ് പ്ലസ് 9L of y equal to ഇതിനെ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ കിട്ടും നമുക്ക് 2 divided by 2 factorial എന്ന് പറഞ്ഞാൽ അല്ലെ ആണെങ്കിൽ 2 factorial divided by s minus 3 2 plus 1. ഇനി s square L of y minus y of 0 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 2 ആണ് അപ്പൊ 2s ആയി y dash 0 എന്ന് പറഞ്ഞാൽ എത്രയാണ് 17 6 into s L of y of 0 2 plus 9L of y equal to 2 factorial 2 ആണ് 2 plus 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇനി എന്ത് ചെയ്യാ ഈ 6 നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ s square L of y minus 2s minus 17 minus 6s L of y minus minus plus 6 into 2 12 plus 9L of y equal to 2 by s minus 3 whole cube. ഇവിടെ എന്തുണ്ട് minus 17 ഉണ്ട് plus 12 ഉണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക അല്ലെ minus 5 അതേപോലെ minus 2s ഒറ്റയ്ക്കൊക്കെ ഉണ്ട് അതേപോലെ L of y ഒക്കെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഞാൻ ആദ്യം L of y നെ ഔട്ട് സൈഡ് എടുത്തു ബാക്കി ആരുണ്ട് അവിടെ s സ്ക്വയർ ഇവിടെ ആരുണ്ട് minus 6s plus 9 ഇനി ഇവിടെ ആരുള്ളത് minus 2s ഇവിടെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് minus 5 ഇവിടെ എന്തായി 2 divided by s minus 3 whole cube. ഇതെന്താണ് s സ്ക്വയർ minus 6x plus 9 s minus 3 whole square ആണല്ലോ അപ്പൊ അതിലേക്ക് മാറ്റി എഴുതാം L of y into s minus 3 whole square minus 2s minus 5 equal to 2 by s minus 3 whole cube ആയി. ഇനി ഈ ടേമിനെ അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പൊ L of y into s minus 3 whole square equal to 2 divided by s minus 3 whole cube അല്ലെ ഇവിടെ s minus 3 whole cube എന്തുണ്ട് മൈനസ് ആകുമ്പോ പ്ലസ് 2s പ്ലസ് 5. ഇനി എന്ത് ചെയ്യാ അടുത്ത സ്റ്റെപ്പ് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോവാ L of y equal to 2 by s minus 3 പ്ലസ് സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോ 3 plus
2 5 plus ഇവിടെ 2s plus 5 divided by s minus 3 square ആയി. ഇനി നമുക്ക് എന്താ കാണാൻ പറഞ്ഞത്? ഇതിനെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം അല്ലെ? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. എന്ത് ചെയ്യാ? y equal to എന്താവും അല്ലെ? 2 നെ ഔട്ട് സൈഡ് എടുക്കാം. L inverse of എന്തായി 1 by s minus 3 raised to 5 plus L inverse of 2s plus 5 divided by s minus 3 square ആയി. ഇതിന്റെ ഇൻവേഴ്സ് കാണാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഇതിന്റെ ഇൻവേഴ്സ് കാണുമ്പോൾ നമുക്ക് ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഈ ഭാഗം ഫ്രാക്ഷനിലേക്ക് എന്ത് ചെയ്യാം? മാറ്റുക. അപ്പൊ എങ്ങനെയാന്ന് മാറ്റി എഴുതാം? അപ്പൊ ഈ സൈഡ് നമുക്ക് ബുദ്ധിമുട്ടില്ല മാറ്റി എഴുതാൻ. പക്ഷെ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ഇല്ല. ഇത് ഫ്രാക്ഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 2s plus 5 divided by s minus 3 whole square നെ ഫ്രാക്ഷൻ ചെയ്യാം. ഇവിടെ എന്താണ്? റിപ്പീറ്റഡ് ആണ് അല്ലെ? ലീനിയറും കൂടിയാണ്. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാ? a by റിപ്പീറ്റഡ് ആയതുകൊണ്ട് ഫസ്റ്റ് 1 എഴുതി പ്ലസ് b ഇൻറ്റു രണ്ടാമത്തത് റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ എഴുതി. ഇനി എന്ത് ചെയ്യാ? 2s plus 5 equal to a into s minus 3 plus b ആയി. ഇനി ഇവിടെ s ന് 3 കൊടുത്താൽ നമുക്ക് b ന്റെ വാല്യൂ കിട്ടും അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? ആ ഇക്വേഷൻ ഒന്നും കൂടി എഴുതാണ്. 2s plus 5 equal to a into s minus 3 plus b ആണ്. ഇവിടെ s ന്റെ സ്ഥാനത്ത് ഞാൻ 3 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ 2 into 3 plus 5 ഇവിടെ എന്താവും? a into 3 minus 3 plus b 6 plus 5 ഇവിടെ എന്താവും? 0 ആയി അല്ലെ? a 0. അപ്പൊ b equal to എത്ര കിട്ടി? 11 ആയി. അപ്പൊ എന്ത് കിട്ടി? നമുക്ക് ബാക്കി ഇവിടെ b എലിമിനേറ്റ് പോവാൻ പറ്റണേ ഇല്ല. കാരണം എന്താ? ഇവിടെ s ടേമേ ഇല്ല. അപ്പൊ നമ്മൾ ഇനി ഇക്വേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് പോവാം. അപ്പൊ തന്ന ഇക്വേഷൻ 2s plus 5 equal to ആ a നെ മൾട്ടിപ്ലൈ ചെയ്തു as 3a പ്ലസ് ബിക്ക് വാല്യൂ കൊടുക്കുക 11 അങ്ങോട്ട് കൊണ്ടുവരിക. 2s അല്ലെ മൈനസ് അല്ലെ പ്ലസ് 5 മൈനസ് 11 ഈക്വൽ ടു as മൈനസ് 3a ആണ്. സബ്ട്രാക്ട് ചെയ്യുക. 2s മൈനസ് 6 ഈക്വൽ ടു as മൈനസ് 3a. ശരിക്കും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇവിടെ തന്നെ എന്ത് ചെയ്യാം? ഇക്വേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു s അല്ലെ? ഫസ്റ്റ് ഇക്വേറ്റിംഗ് s നെ ഇക്വേറ്റ് ചെയ്യുക. അപ്പൊ എന്താവും? ഇവിടെ 2 ആവും. ഇപ്പുറത്തെ ആരാണ് s വരുന്നത്? a ആണ്. അപ്പൊ a ന്റെ വാല്യൂ എത്ര കിട്ടി? 2 ആണെന്ന് നമുക്ക് കണ്ടെത്തി. ഈ സ്റ്റെപ്പിന്റെ ആവശ്യമില്ല, ഇവിടെ നിർത്തിയാലും മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a ന്റെയും b ന്റെയും വാല്യൂ കണ്ടെത്തി. ഈ നേരെ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ഏതാണ്? 2s plus 5 divided by s minus 3 whole square equal to a by s minus 3 plus b by s minus 3 whole square. a ന്റെ വാല്യൂ 2 by s minus 3, b ന്റെ വാല്യൂ 11 by s minus 3 whole square. ഇനി കുറച്ച് റിസൾട്ടുകൾ ഉണ്ട്. നമുക്കറിയാം L inverse of 1 by s minus a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to at ആണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ? ഇവിടെ a equal to 3. ഇനി നമുക്ക് വേറെ റിസൾട്ട് തിയറം ഉപയോഗിച്ച് അല്ലെ 4.31 എന്ന തിയറം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയും പറയാം. s minus a all raised to n ആണെങ്കിൽ അല്ലെ? നമുക്ക് ഇവിടെ വീണ്ടും വരുന്നുണ്ട് ഈ റിസൾട്ട് പ്രകാരം. നമുക്ക് ഇവിടെ ഫ്രാക്ഷൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ? ഇത് നമുക്ക് ഈ റിസൾട്ട് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റും. ഈക്വൽ ടു ഇതിനെന്ത് ചെയ്യാം? e raised to at L inverse of 1 by s raised to n ആണ്. അപ്പൊ ഇനി 1 by s raised to n എന്താണെന്ന് അറിയണം. എന്നാലും നമുക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ. ഈക്വൽ ടു t raised to n minus 1 n minus 1 ഫാക്ടോറിയൽ ഒക്കെ പാടെ എന്ത് ചെയ്യാ? ഇതിലേക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ ഇതല്ലേ ഈ ടൈപ്പല്ലേ വന്നിട്ടുള്ളത്? അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്താൽ എന്ത് വരും നോക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു. ഇൻവേഴ്സ് ഓഫ് 2s plus 5 divided by s minus 3 whole square equal to അല്ലെ 2 ന് ഔട്ട്സൈഡ് എടുത്തു. 2 L inverse of 1 by s minus 3. ഇവിടെ 11 ഔട്ട്സൈഡ് എടുത്തു. L inverse of 1 by s minus 3 whole square. 2 into
അല്ലെ? എന്റെ സ്ഥാനത്ത് ഞാൻ പറഞ്ഞു 3 ആണ്. അപ്പൊ e raised to 3t ആയി. പ്ലസ് 11 into ഇവിടെ ആരാണ്? എന്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പൊ e raised to 3t തന്നെയാണ്. ഇനി L inverse of 1 by n ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പൊ സ്ക്വയർ equal to 2 into e raised to 3t plus 11 into e raised to 3t 1 by square എന്ന് പറഞ്ഞാൽ എത്രയാണ്? t 2 minus 1 by 2 minus 1 factorial equal to 2 into e raised to 3t plus 11 e raised to 3t t by 1 factorial എന്ന് പറഞ്ഞാൽ 1 factorial എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പോൾ 2 e raised to 3t plus 11 t e raised to 3t ആണ് ഇതിന്റെ ലാപ്ലേസ് ഇല്ല ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇത് നമ്മുടെ തിയറം 4.31 എന്ന തിയറമാണ് വരുന്നത്. ആ തിയറത്തിന്റെ പ്രകാരമാണ് ഞാൻ ഇവിടെ എഴുതിയത്. നമ്മൾ തൊട്ട് മുമ്പ് ഇവിടെ നിർത്തി വെച്ചിരുന്നു അല്ലെ? ഇത് നമുക്ക് റിസൾട്ട് അറിയാം, ഇത് നേരിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇതാണ് കാണാൻ പോകുന്നത്. എങ്ങനെ നമ്മൾ റിസൾട്ട് അല്ലെ? L ഇൻവേഴ്സ് ഓഫ് എന്താണ്? 1 by s minus 3 raised to 5 ആണ്. അപ്പൊ എങ്ങനെ മാറ്റി എഴുതാം അല്ലെ? ഇതിനെ e raised to 3t L inverse of 1 by s raised to 5 equal to e raised to 3t into അല്ലെ? ഇവിടെ എന്താണ് നമുക്ക് റിസൾട്ട്? അത് t raised to n minus 1 t raised to 5 minus 1 divided by 5 minus 1 factorial. അപ്പോൾ e raised to 3t into t raised to 4 by 4 factorial. 4 factorial എന്ന് പറഞ്ഞാൽ എത്രയാണ്? 24 ആണ്. അപ്പോൾ divided by 24. ഇനി നേരെ നമുക്ക് എന്ത് ചെയ്യാം? ആ റിസൾട്ടിലേക്ക് അപ്ലൈ ചെയ്യാം. ഏത്? നമുക്ക് അല്ലെ ഈ റിസൾട്ടിലേക്ക് അപ്ലൈ. ഇപ്പൊ y ഈക്വൽ ടു ആണ് നമ്മൾ നിർത്തിയിട്ടുള്ളത്. അപ്പൊ y ഈക്വൽ ടു 2 into L inverse of എന്തായിരുന്നു? 1 by s minus 3 all raised to 5 plus L inverse of 2s plus 5 divided by s minus 3 whole square. 2 into ഇതിന്റെ റിസൾട്ട് എന്താണ്? t raised to 4 ആദ്യം എഴുതി e raised to 3t divided by 24. ഇനി ഇതിന്റെ റിസൾട്ട് 2 e raised to 3t plus 11t e raised to 3t. ഇത് കണ്ട് ക്യാൻസൽ ആയി. അപ്പൊ 12 ഈക്വൽ ടു 1 by 12 അല്ലെ? വേണമെങ്കിൽ t raised to 4 ആക്കി e raised to 3t ആക്കി plus 2 e raised to 3t plus 11t e raised to 3t ആണ് ഇതിന്റെ y വാല്യൂ. കിട്ടിയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മള് അല്ലെ ഇൻവേഴ്സ് ലാപ്ലേസ് ഇതിന്റെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ച് ലാപ്ലേസ് ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തി അറിഞ്ഞിരിക്കേണ്ടത് നമ്മളെ ഈ റിസൾട്ട് ആണ്. ഈ റിസൾട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടെത്താൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? 21st അഥവാ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ? എസ്എ ക്വസ്റ്റ്യനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? എക്സ്പാൻഡ് f of x equal to 0 minus pi less than x less than 0 pi minus x 0 less than or equal to x less than pi in a Fourier series. ഇതൊരു Fourier series എക്സ്പാൻഷൻ ഉപയോഗിച്ച് കണ്ടെത്താനാണ്. നമ്മൾ പാർട്ട് അല്ലെങ്കിൽ സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു Fourier series എക്സ്പാൻഷൻ ഉപയോഗിച്ചിരുന്നു അല്ലെ? f of x equal to x അല്ലെ minus 2 less than x less than 2 എന്ന Fourier series എക്സ്പാൻഷൻ ഇവിടെ പൈയിലായിരുന്നുള്ളൂ. നമുക്കറിയാം Fourier series expansion f of x എന്ന് പറഞ്ഞാൽ a naught by 2 plus summation n equal to 1 to infinity a n cos n pi by p x plus b n sin n pi by p x. ഇനി a naught എന്ന് പറഞ്ഞാൽ 1 by p integral minus p to p f of x dx. അതേപോലെ അടുത്തത് a എന്ന് പറഞ്ഞാൽ 1 by p integral minus p to p f of x cos n pi by p x dx. അടുത്തത് bn 1 by p integral minus p to p f of x sin n pi by p x dx ആണ് ആര് വരുന്നത്? bn. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് a നോട്ടിന്റെ വാല്യൂ കണ്ടെത്തുക. അപ്പൊ a നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 by p integral minus p to p എന്താണ്? f of x dx. ഇവിടെ നമുക്ക് p ന്റെ വാല്യൂ നോക്കണം. ഇവിടെ p എന്ന് പറഞ്ഞാൽ മൈനസ് പൈ ടു പൈ ആണ്. അപ്പൊ p വാല്യൂ എന്താണ്? പൈ ആണ്. f of x എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് ഉണ്ട് അല്ലെ? മൈനസ് പൈ ടു 0ക്ക് 0വും 0 ടു പൈക്ക്
പൈ മൈനസ് എക്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കുക, പീക്ക് വാല്യൂ എന്ത് കൊടുത്തു, പൈ കൊടുത്തു. അപ്പൊ എന്താ, ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താണ്, എഫ് ഓഫ് എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇവിടെ എഫ് ഓഫ് എക്സ് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഏതൊക്കെ വെച്ചിട്ട്, ഒന്ന് മൈനസ് പൈ ടു 0 എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിട്ടും പ്ലസ് ഇന്റഗ്രൽ 0 ടു പൈ എഫ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് സ്പ്ലിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും മൈനസ് പൈ ടു 0 അല്ലെ, ഇന്റഗ്രൽ മൈനസ് പൈ ടു 0 ഇന്റഗ്രേഷന്റെ വാല്യൂ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ആൾവേസ് 0 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ വേണമെങ്കിൽ ഇതാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം. അപ്പൊ ഇത് മാത്രം ചെയ്താലും മതി. ഇനി എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ റീപ്ലേസ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ മൈനസ് പൈ ടു 0 ഡി എക്സ് ഇന്റഗ്രൽ 0 ടു പൈ മൈനസ് എക്സ് ഡി എക്സ് ആയി. അപ്പൊ ഈ ടേം 0 ആയി മാറി. ഇപ്പൊ 1 ബൈ പൈ എന്ത് ചെയ്യാ, 0 പ്ലസ് ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ പൈ എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 എന്തായി, 0 ടു പൈ. അപ്പൊ ലോവർ ലിമിറ്റ് ആൾവേസ് എന്താണ്, 0 ആണ്. അപ്പൊ അപ്പർ ലിമിറ്റ് കൊടുത്താൽ മതി പൈ അല്ലെ. ഈ ബ്രാക്കറ്റ് നോക്കണേ, ഈ ബ്രാക്കറ്റ് ലാസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ പൈ ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2. ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പൊ ചെയ്യുന്നില്ല. 1 ബൈ പൈ സ്ക്വയർ മൈനസ് പൈ ബൈ സ്ക്വയർ ആണ്, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും, 2 പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 1 ബൈ പൈ ഇൻറ്റു അല്ലെ പൈ സ്ക്വയർ ബൈ 2. പൈയും പൈ ഒന്ന് ക്യാൻസൽ ആയി. അപ്പൊ പൈ ബൈ 2 ആണ് ആര് വരുന്നത്, എ നോട്ടിന്റെ വാല്യൂ ആയി വരുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ, നമുക്ക് എ ന്റെ വാല്യൂ കണ്ടെത്തണം. അപ്പൊ എ എൻ എന്ന് പറഞ്ഞാൽ 1 ബൈ പി ഇന്റഗ്രൽ മൈനസ് പി ടു പി എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ ബൈ പി എക്സ് ഡി എക്സ്. ഇവിടെ പിന്റെ വാല്യൂ എന്താണ്, പൈ ആണ്. അപ്പൊ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എൻ പൈ ബൈ പൈ എക്സ് ഡി എക്സ്. അപ്പൊ ഈ പൈയും നമുക്ക് ക്യാൻസൽ ആയി. അപ്പൊ 1 ബൈ പൈ. അപ്പൊ എന്താവും, ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാണ്. മൈനസ് പൈ ടു പൈ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ 0 ടു പൈ അല്ലെ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇതിന്റെ ഇന്റഗ്രേഷന്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ ആൾവേസ് 0 ആണ്. അപ്പൊ അവിടെ 0 കിട്ടി. ഇനി ഇതിന്റെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പൈ മൈനസ് എക്സ് ആണ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. കാരണം ഇവിടെ എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ 0 ഇൻറ്റു കോസ് എൻ എക്സ് ആൾവേസ് 0 ആണ്. പിന്നെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഭാഗം മാത്രം നോക്കിയാൽ മതി. ഇനി എന്ത് ചെയ്യുക, 1 ബൈ പൈ. ഫസ്റ്റ് എന്ത് ചെയ്യുക, പൈ കോസ് എൻ എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, പൈ ഇസ് എ കോൺസ്റ്റന്റ്. കോസിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ അല്ലെ എന്തായി, 0 ടു പൈ. ഇനി അടുത്തതാണ് നമ്മള് അല്ലെ എക്സിന്റെ കോസ് എൻ എക്സ് ആണ്, പ്രൊഡക്റ്റ് ടൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അല്ലെ ഇന്റഗ്രേഷൻ ഓഫ് പറയുമ്പോൾ സൈൻ എൻ എക്സ് ബൈ എൻ ഐ 0 ടു പൈ മൈനസ് ഇന്റഗ്രൽ 0 ടു പൈ എക്സിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താവും 1. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഇവിടെ ഒരു മൈനസ്, ആ മൈനസ് ഇവിടെ വരുമ്പോൾ എന്താവും പ്ലസ് ആയി മാറും. ഓക്കെ, ഇവിടെ ഈ മൈനസ് ആണ്, പിന്നെ ഇന്റഗ്രേഷൻ അത് മൈനസ് വരുന്നപ്പോ മൈനസും മൈനസും പ്ലസ് ആയി. ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഏത്, ഈ ബ്രാക്കറ്റ് ഈക്വൽ ടു 1 ബൈ പൈ. ഇവിടെ പൈ ബൈ എന്നിനെ ഔട്ട്സ് എടുത്തു. ബാക്കി എന്തേ ഉള്ളൂ, സൈൻ എൻ എക്സ് 0 ടു പൈ മൈനസ് ഇവിടെ ഒരു 1 ബൈ എന്നിനെ ഔട്ട്സ് എടുത്തു. എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് 0 ടു പൈ. ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും 1 സൈൻ ഇന്റഗ്രേറ്റ് മൈനസ് ആണ്. അപ്പം ഓൾറെഡി ഒരു എൻ ഉണ്ട്, പിന്നെ ഒരു എൻ കൂടിയും കയറി വരുമ്പോൾ 1 ബൈ എൻ ഇൻറ്റു എൻ എന്തായി കോസ് എൻ എക്സ് 0 ടു പൈ ഈക്വൽ ടു 1 ബൈ പൈ പൈ ബൈ എൻ സൈൻ എൻ എക്സ് 0 ടു പൈ മൈനസ് 1 ബൈ എൻ എക്സ് സൈൻ എൻ എക്സ് 0 ടു പൈ. ഇവിടെ എന്തായി മൈനസ് 1 ബൈ എൻ സ്ക്വയർ ആയി. ഇവിടെ കോസ് എൻ എക്സ് 0 ടു പൈ അല്ലെ. ഇനി എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം.
അപ്പൊ ആദ്യം എന്ത് ചെയ്യാണ് അപ്പർ ലിമിറ്റും അല്ലെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഈക്വൽ ടു 1/π. പിന്നെ എന്തുണ്ട് ഇവിടെ π/n ഉണ്ട്. പിന്നെ എന്തുണ്ട് sin x ആണ്. അപ്പൊ sin nπ മൈനസ് sin 0i ആ ടേം കഴിഞ്ഞു. ഇനി x into sin x ആണ് മൈനസ് 1/n π into sin nπ അല്ലെ. അടുത്തെന്ത് വരും ഇവിടെ മൈനസ് എന്താ 0 into അല്ലെ 0 into sin 0i. അടുത്ത് മൈനസ് 1/n² into അവിടെ ആരാ കോസ് ആണ്. കോസ് nπ മൈനസ് കോസ് 0. നമുക്കറിയാം sin nπ ആൾവേസ് 0 ആണ്. അതേപോലെ sin 0 0 ആണ്. കോസ് nπ മൈനസ് 1 raised to n ആണ്. കോസ് 0 1 ആണ്. അപ്പൊ ഈക്വൽ ടു 1/π. π/n sin nπ എന്തായി 0 ആയി. sin 0 0. 1/n sin π വീണ്ടും വന്നു π into 0 ആയി മാറി. വീണ്ടും അവിടെ എന്തായി 0 into 0 ആയി മൈനസ് 1/n² into cos nπ മൈനസ് 1 ആയി മാറി. cos 0 1 cos nπ ആണ് അതേപോലെ എഴുതി ഈക്വൽ ടു 1/π. ഈ ടേം മൊത്തം പോയി ഈ ടേം മൊത്തം പോയി. പിന്നെ ഈ മൈനസ് കൊണ്ട് എന്ത് ചെയ്യാം അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും അല്ലെ ഇൻറ്റു 1/n² എന്തായി 1 മൈനസ് കോസ് nπ ആയി ഈക്വൽ ടു 1/n² π. നമുക്കറിയാം 1 മൈനസ് കോസ് nπ എന്ന് പറഞ്ഞാൽ മൈനസ് 1 raised to n ആണ്. ഒന്നുകൂടി നമുക്ക് അറേഞ്ച് ചെയ്യണം. 1 മൈനസ് 1 raised to n ഡിവൈഡഡ് ബൈ n² into പൈ ആണ് ആര് വരുന്നത് നമ്മളെ an എന്ന വാല്യൂ വരുന്നത്. ഇനി ഇതേപോലെ ഞാൻ അടുത്ത് എന്ത് ചെയ്യണം bn ന്റെ വാല്യൂ കണ്ടെത്തണം. ഇനി bn കാണുള്ള ഇക്വേഷൻ എന്താ 1/π p ഇന്റഗ്രൽ മൈനസ് p to p എന്താണ് f of x എന്താണ് sin nπ by p into x dx. ഇവിടെ p ന്റെ വാല്യൂ പൈ ആണ്. അപ്പൊ മൈനസ് പൈ ടു പൈ f of x sin nπ by പൈ x dx. ഈ പൈയും പൈ ഒന്ന് ക്യാൻസൽ ആയി പോകും. അപ്പൊ എന്താ 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f of x sin nx dx. ഇനി എന്ത് ചെയ്യാ ഇന്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പൊ 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ ഇല്ല 0 എന്തേലും അല്ലെ f of x sin nx dx പ്ലസ് ഇന്റഗ്രൽ 0 to പൈ എന്താണ് f of x sin nx dx. ഇവിടെ f of x ന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഞാൻ ടേം മൊത്തം എന്തായി 0 ആയി പ്ലസ് ഇന്റഗ്രൽ 0 to പൈ ഇവിടെ എന്തായി പൈ മൈനസ് എക്സ് ഇൻറ്റു sin nx dx. നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രേഷൻ ചെയ്യാം. എന്ത് ചെയ്യാ ഫസ്റ്റ് അല്ലെ പൈ ഇൻറ്റു സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ആണ് മൈനസ് പൈ ഇൻറ്റു അല്ലെ സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും കോസ് ആണ്. അപ്പൊ കോസ് nx ബൈ n എന്തായി 0 to പൈ. ഇനി മൈനസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വരും എക്സ് ഇൻറ്റു മൈനസ് കോസ് nx ബൈ n അല്ലെ 0 to പൈ മൈനസ് ഇനി ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ എന്താവും ഇന്റഗ്രൽ 0 to പൈ എന്തായി മൈനസ് ആയി ഇപ്പൊ പ്ലസ് ആയി കോസ് nx ബൈ n dx ആയി മാറി. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട് ആ മൈനസ് ഇട്ടു. ഇതിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്താവും മൈനസ് കോസ് അപ്പൊ മൈനസ് മൈനസ് പ്ലസ് ആയി. ഇനി എന്ത് ചെയ്യാ ഇവിടെ വീണ്ടും ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പൊ 1/π ഇവിടെ എന്ത് ചെയ്തു അല്ലെ മൈനസ് പൈ ബൈ n ഔട്ട് സൈഡ് എടുത്തു. ബാക്കി എന്തേ ഉള്ളൂ കോസ് nx 0 to പൈ. ഇവിടെ ആര് ഔട്ട് സൈഡ് എടുക്കുക ഈ മൈനസും മൈനസിന് ഔട്ട് സൈഡ് എടുത്താൽ പ്ലസ് ആയി 1/n ഔട്ട് സൈഡ് എടുത്തു. എക്സ് കോസ് nx 0 to പൈ ഈ മൈനസ് കിട്ടുമ്പോൾ എന്തായി പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് പിന്നെ 1/n ഇൻറ്റു കോസിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/n ഉണ്ടാവും. അവിടെ എന്താവും sin nx ആയി 0 to പൈ. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താവും 1/n ഇൻറ്റു 1/n എന്ന് പറഞ്ഞാൽ
1 by n square ആയി മാറും അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? ഈക്വൽ ടു 1 by pi എങ്ങനെ എഴുതാം അല്ലെ? പൈ മൈനസ് പൈ ബൈ എൻ പിന്നെന്താ വരുന്നത് അല്ലെ? കോസ് എൻ പൈ 0 to pi. ഇനി അടുത്തത് 1 by n ആരാണ്? കോസ് എൻ അല്ലെ? ഇവിടെ എൻ എക്സ് ആണ്, പൈ അല്ല എൻ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് എൻ എക്സ്, എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് 0 to pi ആണ്. മൈനസ് അല്ല മൈനസ് 1 by n സ്ക്വയർ ഇൻറ്റു സൈൻ എൻ എക്സ് 0 to pi. ഇനി എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് പൈ ബൈ എൻ അപ്പർ ലിമിറ്റ് അപ്ലൈ ആണ്. കോസ് എൻ പൈ മൈനസ് കോസ് 0 പ്ലസ് 1 by n ഇൻറ്റു പൈ ഇൻറ്റു കോസ് എൻ പൈ മൈനസ് 0 ഇൻറ്റു കോസ് 0 മൈനസ് 1 by n സ്ക്വയർ ഇൻറ്റു സൈൻ എൻ പൈ മൈനസ് സൈൻ 0. നമുക്കറിയാം കോസ് 0 1 ആണെന്നും അതേപോലെ അല്ലെ കോസ് 0 1 ഉം കോസ് എൻ പൈ മൈനസ് 1 ഉം റൈസ് ടു n സൈൻ 0 0 സൈൻ എൻ പൈ 0. അപ്പൊ ഇവിടെ എന്തായി? ഇത് 1 ആണ്, പക്ഷെ മൊത്തം 0 ഇന്റെയും 0 ആയി മാറി. ഇത് മൊത്തം എന്തായി? 0 ആയി മാറി. ഈക്വൽ ടു ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാൻ മറന്നു, ഈ ബ്രാക്കറ്റ് 1 by pi. അപ്പൊ മൈനസ് പൈ ടു n എന്തായി? കോസ് എൻ പൈ മൈനസ് 1 പ്ലസ് 1 by n പൈ ഇൻറ്റു കോസ് എൻ പൈ. ഇവിടെ എന്തായി? ഇത് 0 ആയി. മൈനസ് 1 by n സ്ക്വയർ ഇൻറ്റു 0 ഈക്വൽ ടു 1 by pi. ഇത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്താ? മൈനസ് പൈ ബൈ എൻ കോസ് എൻ പൈ മൈനസ് മൈനസും പ്ലസ് ബൈ എൻ പ്ലസ് എന്തായി? പൈ ബൈ എൻ കോസ് എൻ പൈ പിന്നെന്തായി? മൈനസ് 0 ആയി മാറി. അപ്പൊ ഇവിടെ മൈനസ് പൈ ബൈ എന്നും പ്ലസ് പൈ ബൈ എൻ കോസ് എൻ അത് വെട്ടിപ്പോയി. ബാക്കി ആരേ ഉള്ളൂ? പൈ ബൈ എൻ ഉണ്ടാവുള്ളൂ. അപ്പൊ 1 by pi ഇൻറ്റു പൈ ബൈ എൻ, പൈയും പൈയും ഒന്ന് ക്യാൻസൽ ആയി. ബാക്കി ആരേ ഉള്ളൂ? 1 by n എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫോറിയർ സീരീസിന്റെ എഫ് ഓഫ് എക്സ് എന്ന ഇക്വേഷൻ അറിയാം. എന്താണ്? a0 by 2 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity an cos n pi by px പ്ലസ് bn sin n pi by px. a0ന്റെ വാല്യൂ പൈ ബൈ 2 ആണ്, ബൈ 2 ഈ 2 സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity. a ന്റെ വാല്യൂ 1 മൈനസ് മൈനസ് 1 റൈസ് ടു n. ഇവിടെ എന്താണ് അല്ലെ വരുന്നത്? n സ്ക്വയർ പൈ ആണ്. കോസ് n പൈ ബൈ പൈ, p ന്റെ വാല്യൂ പൈ എക്സ്, b ന്റെ വാല്യൂ 1 by n സൈൻ n പൈ ബൈ p ന്റെ വാല്യൂ പൈ എക്സ്. പൈയും പയ്യൻ വെട്ടിപ്പോയി, ഈ പൈയും പയ്യും വെട്ടിപ്പോയി. അപ്പൊ ഇവിടെ 2 ഇൻറ്റു ആകുമ്പോ 4 ആയി. അപ്പൊ പൈ ബൈ 4 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity 1 minus minus 1 raised to 4 n square pi cos x plus 1 by n sin nx. ഇതാണ് നമ്മളെ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് നമുക്ക് വരുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതോടുകൂടി നമ്മളെ സെക്ഷൻ സിയും കംപ്ലീറ്റ് ആയി. അതിനോടൊപ്പം തന്നെ നമ്മളെ ഏപ്രിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.